പിണറായി വിജയന്റെ യാത്ര നിറയെ ഉമ്മൻചാണ്ടിക്കുള്ള കുറ്റപത്രങ്ങളാണല്ലോ അവതരിപ്പിക്കപ്പെടുന്നത്. അഴിമതി മുതൽ സരിത വരെ വിഷയമാണ്. VS അച്യുതാനന്ദനാണ് സരിതാ പ്രസംഗത്തിൽ മുമ്പനായി അറിയപ്പെടുന്നത്. എന്തായാലും പിണറായിയും കൂടി തമാശ പറയാൻ തുടങ്ങിയതോടെ MP രാജേഷിനെ പോലുള്ളവരും സരിതയുടെ കത്തിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ വെറുതെ വിമർശിക്കുന്നവരുടെ കയ്യിൽ കത്തി കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. എന്തുമാത്രം കരുതലുള്ള സർക്കാരാണിത്. എന്നിട്ടും എന്തിനാണ് ഈ പരിപാടി? പിന്നെ കരുതലിന്റെ കാര്യം, കരുതലുണ്ടായിട്ടുണ്ട്. ആ കരുതലിന്റെ കൂടുതൽ വിവരം 2 ദിവസത്തിന്റെ ഉള്ളിൽ അറിയാം. ഇപ്പൊ കിട്ടിയ വാർത്ത, ഇപ്പോ സമ്പത്ത് എന്നോട് പറഞ്ഞത്, വന്നിട്ടുള്ള വാർത്ത, സോളാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കത്തുണ്ടല്ലോ, ആ സ്ത്രീയുടെ കത്ത്, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. ആ കത്തെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. 21 പേജുള്ള 42 പുറമുള്ള ആ അമൂല്യ രേഖ അത് ഹാജരാക്കാൻ സോളാർ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വാർത്ത. ആ കത്ത് ഹാജരാക്കുന്നതോടുകൂടി ആർക്കാണ് കരുതൽ കിട്ടിയത്, എങ്ങനെയാണ് കരുതൽ കിട്ടിയത്, ഏതെല്ലാം തരത്തിലുള്ള കരുതലാണ് കിട്ടിയത്, ആരൊക്കെയാണ് കരുതിയത് എന്ന വിവരങ്ങളെല്ലാം 2 ദിവസത്തിനകം കേരളത്തിൽ പുറത്തു വരാനിരിക്കുകയാണ്. ആ രേഖ ഹാജരാക്കി കഴിഞ്ഞാൽ അല്ലേ, കരുതൽ നല്ലോണം കിട്ടിയിട്ടുണ്ട്. മന്ത്രിമാർ മത്സരിച്ച് മാറി മാറിയാണ് കരുതൽ കൊടുത്തുകൊണ്ടിരുന്നത്. മന്ത്രിമാർ മാറി മാറിയാണ് വാത്സല്യവും ലാളനയും കൊടുത്തത് എന്നതാണ് നമ്മൾ കേട്ട വാർത്തകൾ. കേട്ട വാർത്ത മാത്രമല്ല, വല്ലവരും പറഞ്ഞിട്ട് പറയുന്ന കാര്യമല്ല. സത്യസന്ധനായ ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേര് കേട്ട ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം സോളാർ കമ്മീഷന്റെ മുമ്പിൽ പറഞ്ഞു, പേരൊന്നും ഞാൻ പറയുന്നില്ല, 13 പേരുടെ ഇവിടെ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാർ, അതാണ് കേന്ദ്ര സർക്കാരും കരുതിയിട്ടുണ്ട്, പഴയ കേന്ദ്ര സർക്കാർ. 13 പേരുടെ പേരുണ്ട് എന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് അധികം പോകുന്നില്ല, കാരണം അതിലേക്ക് അധികം പോകുന്നത് അത്ര നന്നാവില്ല എന്നതുകൊണ്ട്. പ്രസംഗിക്കുന്നതൊക്കെ കൊള്ളാം, സോളാറിനെ കുറിച്ച് മിണ്ടരുത് എന്ന് A ഗ്രൂപ്പുകാർ പറയുന്നുണ്ട്. അത് വല്ലതും രാജേഷ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ സോളാർ എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ ഒരു അശ്ലീല പദം പോലെയല്ലേ. സോളാർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അശ്ലീല പദം പോലെയാണ്. കുട്ടികൾക്ക് സോളാർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ രക്ഷിതാക്കൾ ശാസിക്കുകയാണ്, അനാവശ്യം പറയരുത് എന്നാണ്. സത്യത്തിൽ എത്ര നല്ലൊരു വാക്കാ സോളാർ എന്ന് പറഞ്ഞാൽ, എത്ര നല്ല വാക്കാണ്. അത് അശ്ലീല പദമാക്കി മാറ്റി 5 കൊല്ലത്തെ UDF ഭരണത്തിനിടയിൽ ആയിപ്പോയില്ലേ. സോളാറൊക്കെ അവിടെ നിൽക്കട്ടെ. പിണറായിക്കും സുധീറിനും പിന്നാലെ കുഞ്ഞാലിക്കുട്ടിക്കും കാനം രാജേന്ദ്രനും മുന്നാലെ അങ്ങ് കാസർഗോഡ് നിന്ന് 2 യാത്രകൾ കൂടി പുറപ്പെട്ട ദിവസമാണെന്ന്. കുമ്മനം രാജശേഖരന്റെ വിമോചന യാത്രയും സാക്ഷാൽ ഉഴവൂർ വിജയന്റെ ഉണർത്ത് യാത്രയും. ഈ യാത്രകളൊക്കെ എത്തേണ്ടിടത്ത് എത്തുന്നുണ്ടോ എന്തോ. വിശദമായ യാത്രാവിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.